ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന സിനിമ നോക്കിംഗ് ഓൺ ദി ഹെവൻ ഡോർ, സ്വർഗവാതിലിൽ മുട്ടി വിളിക്കുന്നു എന്ന ജർമ്മൻ സിനിമയാണ്. സ്വാഭാവികമായും ഇത് ജർമ്മൻ ഭാഷ സംസാരിക്കുന്നു. തോമസ് ഗ്യാൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം ഡാർക്ക് കോമഡി തലത്തിലാണ് ഉൾപ്പെടുന്നത്. സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായം, പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സിനിമയുടെ ലിങ്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി. പൊട്ടരിൽ പൊട്ടനായ ഒരു മുതലാളി തൻ്റെ പൊട്ടന്മാരായ ഗുണ്ടകളുടെ കയ്യിൽ ഒരു ബെൻസ് കാർ ഏതോ ഒരു കാർലോസിന് കൊടുക്കാനായി കൊടുത്തുവിട്ടു. മുതലാളി പറയുന്നുണ്ട്, രണ്ടുപേരും കാറിൽ നിന്നും വിട്ടുപോകരുത്, ആരെങ്കിലും ഒരാൾ വണ്ടിയിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയാലോ എന്ന് ഒരു ഗുണ്ട സംശയം ചോദിക്കുന്നു. അത് ഒരാൾ കഴിഞ്ഞിട്ട് മറ്റേയാൾ എന്ന് മുതലാളി പറയുകയും ചെയ്യുന്നു. പരസ്പരം അറിയാതെ മാർട്ടിനും റോമിയും ഒരേ ഹോസ്പിറ്റലിൽ ഒരേ മുറിയിൽ അഡ്മിറ്റ് ആവുന്നു. മാർട്ടിന് തലച്ചോറിൽ ട്യൂമർ. ആഴ്ചകളുടെ ആയുസ്സാണ് ഡോക്ടർ അവന് നൽകുന്നത്. റൂമിക്കാണെങ്കിലോ അസ്ഥിയിൽ ക്യാൻസർ, അതും ഫൈനൽ സ്റ്റേജായി. അവർ തമ്മിൽ ഹോസ്പിറ്റലിൽ റൂമിൽ പരിചയപ്പെടുന്നു. പരിചയം ഊട്ടി ഉറപ്പിക്കാൻ ദൈവം ഒരു കുപ്പി വോഡ്ക നൽകുന്നു. അതുമായി അവർ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ റൂമിയുടെ സങ്കടം, എന്തുകൊണ്ടാണ് വോഡ്ക നൽകിയ ദൈവം ഒരു നുള്ളു ഉപ്പും 2 നാരങ്ങയും നൽകാത്തത്? ദൈവം ഇവിടെ ഉദാരശീലനാകുന്നു. ഒരു ചാക്ക് ഉപ്പും ഒരു കുട്ട നാരങ്ങയും നൽകുന്നു. അങ്ങനെ വോഡ്കയിൽ മുങ്ങി ഇരിക്കുമ്പോൾ ആ സത്യം പുറത്തു വരുന്നു. റൂമി കടൽ കണ്ടിട്ടില്ല. അത് മാർട്ടിന് പ്രശ്നമാകുന്നു. റൂമി മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കടലിനെ കുറിച്ചായിരിക്കാം. അപ്പോഴാണ് റൂമി കടൽ കണ്ടിട്ടില്ല എന്ന് വരുന്നത്. അപ്പോൾ തന്നെ അവർ കടൽ കാണാൻ പുറപ്പെടുന്നു. ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടാകുന്നു. മൂത്രമൊഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതിന് ശേഷം ഡ്രൈവർ മാറുന്നു. പുതിയ ഡ്രൈവർ ഓടിച്ച വണ്ടി ഒരു പയ്യനെ ഇടിക്കുന്നു. അങ്ങനെ അവർ ആ പയ്യനെ ഹോസ്പിറ്റലിലേക്ക് കാണിക്കുന്നു. കഷ്ടകാലത്തിന് മാർട്ടിനും റോമിയും അഡ്മിറ്റായിട്ടുള്ള ഹോസ്പിറ്റലിലെയാണ് പയ്യനെ കാണിക്കുന്നത്. കടൽ കാണാൻ പുറപ്പെട്ട ഇവർ നല്ലൊരു ബെൻസ് വണ്ടി കണ്ട് അതിനെ ലാളിക്കുന്നു. അവിടെയും ഇവിടെയൊക്കെ പിടിക്കുന്നു. ഡോർ തുറക്കുന്നു. അവർ രണ്ടുപേരും ഉള്ളിൽ കയറുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് സൺസൈഡിൽ വച്ചിരിക്കുന്ന കീ കണ്ടെത്തുന്നു. അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര കറങ്ങിയിട്ടും പുറത്തേക്കുള്ള വഴി കാണുന്നില്ല. ഈ 2 ഗുണ്ടകൾ വരുന്നത്. റൂമി അവരോടാണ് വഴി ചോദിക്കുന്നത്. അവർ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ തമ്മിൽ പറയുന്നുണ്ട്, നമ്മുടെ കാർ പോലെ തന്നെ നല്ലൊരു വണ്ടി. ഇതിനിടയിൽ കടൽ കാണാൻ പോയവർ പുറത്ത് കടന്ന് ഹൈവേയിൽ എത്തിയിരുന്നു. അപ്പോഴേക്കാണ് ഗുണ്ടകൾ സത്യം മനസ്സിലാക്കുന്നത്. രാത്രി അവർ കാറിൽ തന്നെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഉറക്കം ഉണർന്ന് കെട്ടുവിട്ടപ്പോൾ റൂബിക്ക് മനം മാറ്റം. ഞാൻ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടു. മാർട്ടിൻ പറയുന്നു, നമ്മൾ കടലിലേക്കുള്ള യാത്രയിലാണ്. നീ ഒരിക്കലും അവിടെ പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചു. എനിക്ക് പോകണ്ട എന്ന് തോന്നുന്നു എന്ന് റൂഡി. പക്ഷേ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കാൻ കഴിയില്ല. അതെ, എനിക്കറിയാം, എനിക്ക് കടലിൽ പോകണം എന്ന് റൂബി. ആ മണ്ടൻ മുതലാളിയുടെ അടുത്ത് ആ 2 ഗുണ്ടകളും എത്തുന്നു. കാറ് മോഷ്ടിക്കപ്പെട്ട വിവരം പറയുന്നു. അയാൾ അവരെ ശാരീരികമായി ആക്രമിക്കുന്നു. എനിക്ക് എൻ്റെ കാർ തിരികെ വേണം, അതുകൊണ്ട് ഞാൻ നിനക്കൊക്കെ ഒരു അവസരം കൂടി തരുന്നു. ആ കാറും അത് മോഷ്ടിച്ച കള്ളന്മാരെയും തിരികെ കൊണ്ടുവരിക എന്നാണ് അയാൾ പറയുന്നത്. ബെൻസുമായി രാവിലെ പമ്പിൽ കയറി
ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നു. പക്ഷേ കാശ് കൊടുക്കാൻ ഇല്ല. കാശില്ല എന്ന് പറഞ്ഞപ്പോൾ പൈജാമ അഴിച്ചു വച്ചിട്ട് പോകാൻ പറയുന്നു കട ഉടമസ്ഥൻ. പൈജാമ അഴിച്ചപ്പോൾ കാറിൽ നിന്നും കിട്ടിയ തോക്ക് താഴെ വീണു. അത് കണ്ട ഉടമസ്ഥൻ അവരെ വെറുതെ വിട്ടു. മാർട്ടിൻ ആ കടയിലെ നോട്ടുകൾ മുഴുവൻ എടുക്കുകയും ചെയ്തു. അവർ ഒരു ടെക്സ്റ്റൈൽ കയറി ഡ്രസ്സ് എടുക്കുന്നു. അവിടെയും പൈസ കൊടുക്കാനില്ല. പൈസയ്ക്കായി മാർട്ടിൻ ഒരു ബാങ്ക് കൊള്ളയടിച്ച് ഏതാണ്ട് 75,000 രൂപ ഡോളർ കിട്ടി. അതുമായിട്ട് ഗുണ്ടകൾ കള്ളന്മാരെ പിടിക്കാൻ ഇറങ്ങിയെങ്കിലും വെറുതെയായി. കള്ളന്മാരെ പിടിക്കുന്നതിലും നല്ലത് ഒരു കാറ് യൂസ്ഡ് കാർ സെൻറ്ററിൽ നിന്നും വാങ്ങിക്കുകയാണ്. അവർ അതേ മോഡൽ കാർ കണ്ട് വില പറഞ്ഞു ഉറപ്പിക്കുന്നുണ്ട്. $80,000 ആണ് അതിന് വില. അതുണ്ടാക്കാൻ ഒരു ബാങ്ക് കൊള്ളയടിക്കാനായി പരിപാടിയിടുന്നു. പക്ഷേ ബാങ്ക് ജീവനക്കാർ പറയുന്നത് 1 മിനിറ്റ് മുമ്പ് ഒരാൾ മുഴുവൻ പൈസയും കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്നാണ്. കൊള്ള നടക്കുന്ന വിവരം അറിഞ്ഞ് പോലീസ് എത്തുകയും ഗുണ്ടകളും പോലീസും തമ്മിൽ രൂക്ഷമായ വെടിവയ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനിടയിൽ മാർട്ടിൻ, റൂമി എന്നിവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. മാർട്ടിൻ കാർ ഓടിച്ചു പോകുമ്പോൾ അയാൾക്ക് അസുഖത്തിൻ്റെ ഭാഗമായി ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ മരുന്ന് കഴിച്ച് സുഖപ്പെടുകയും ചെയ്യുന്നു. ഒന്ന് വിശ്രമിച്ചിട്ട് ആവാം എന്നുപയോഗിച്ച് പുറത്തിറങ്ങിയപ്പോൾ വെറുതെ കാറിൻ്റെ ഡിക്കി ഒന്ന് പൊക്കി നോക്കുന്നു. ഡിക്കിയിൽ നിന്ന് ഒരു പെട്ടി കിട്ടുന്നു. 1,40,000 ഡോളറാണ് അതിലുള്ളത്. അവർക്ക് വലിയ ഹാപ്പിയായി. അവർ ഒരു ക്ലാസ് ഹോട്ടലിൽ മുറിയെടുക്കുന്നു. റൂം ബോയ്ക്ക് $2,000 നൽകി അവർ മാതൃകയാവുന്നു. പാവം റൂം ബോയ് അവൻ്റെ പണി ഉപേക്ഷിച്ചിട്ട് പോകുന്നു. പോലീസിൽ മാർട്ടിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വരുന്നു. വേറെ ക്രൈമുകളിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ കാറ് മോഷ്ടിച്ചതോ? ഏതായാലും അവർക്ക് വേണ്ടി ഒരു സെർച്ച് വാറൻറ്റ് ഇഷ്യൂ ചെയ്യൂ എന്ന് ഹയർ ഓഫീസർ പറയുന്നു. ഗുണ്ടകൾ മുതലാളിക്ക് ഫോൺ ചെയ്യുന്നു. പോലീസ് ആ കാർ കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആ കാർ കണ്ടെത്തിയില്ലെങ്കിൽ അനുഭവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുതലാളി ഫോൺ വച്ചു. അതേസമയം ഹോട്ടൽ മുറിയിൽ മാർട്ടിനും റൂഡിയും തങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതുകയാണ്. അത് വലിയ വലിയ നമ്പറുകൾ ആയപ്പോൾ റൂഡി ഇടപെടുന്നു. നമുക്കിനി ഏതാനും നാളുകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോ ആഗ്രഹങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാം. അങ്ങനെ അവർ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നു. മാർട്ടിന് അവൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ കാഡിലാക്ക് കാറ് മേടിച്ചു കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അമ്മയുടെ ആ ആഗ്രഹം സാധിക്കാൻ എനിക്ക് പറ്റാത്തത് അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. റൂഡിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പെണ്ണിനെ പ്രേമിക്കുക എന്നതാണ്. ജീവിതത്തിൽ നടപ്പിലാവാത്ത സ്വപ്നം. ഇപ്പോൾ പൈസയുടെ ബലത്തിൽ അത് സാധിക്കണം. അതിനിടയിൽ മാർട്ടിൻ വീണ്ടും പ്രശ്നത്തിലാവുന്നു. റൂഡിയാണ് മരുന്ന് കൊടുത്ത് അവനെ ഉണർത്തുന്നത്. രാവിലെ ഹോട്ടലിൻ്റെ മുൻപിൽ ഗുണ്ടകളും പോലീസും എത്തുന്നു. അവർ ആ കാറിനെ വട്ടമിടുന്നുണ്ട്. 2 പോലീസുകാർ ഇവരുടെ റൂമിലേക്ക് എത്തുന്നു. പക്ഷേ ഇവർ പോലീസുകാരെ പറ്റിച്ച് അവരുടെ ഡ്രസ്സെടുത്ത് ഇട്ട് പുറത്തേക്ക് രക്ഷപ്പെടുന്നു. പക്ഷെ അവർ നേരെ ചെന്ന് നിൽക്കുന്നത് ഗുണ്ടകളുടെ അടുത്താണ്. ദാ കാറിൻ്റെ കീ, അത് നോക്കണ്ടേ, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടാൽ മതിയോ എന്ന് പറഞ്ഞിട്ട് ആ കീ അവർക്ക് കൊടുത്തിട്ട് അവർ ഒരു പോലീസ് വണ്ടിയിൽ രക്ഷപ്പെടുന്നു. ഗുണ്ടകൾ കാറുമായി മുതലാളിയുടെ അടുത്ത് എത്തുന്നു. സന്തോഷം കൊണ്ട് ഇരിപ്പിറക്കാത്ത മുതലാളി കാറിൻ്റെ ഡിക്കി തുറന്നു നോക്കുന്നു. പക്ഷേ ആ പെട്ടി അവിടെയില്ല. ദേഷ്യം കൊണ്ട് നിലനിർത്തിയിട്ട മുതലാളി അവരെ ഉപദ്രവിക്കുന്നു. പക്ഷേ ആ വണ്ടി റേഡിയേറ്റർ ചൂടായി വഴിയിൽ നിൽക്കുന്നു. അതിലെ വന്ന ഒരു കാർ നിർത്തി ഞങ്ങൾ പോലീസാണെന്നും
വലിയൊരു പ്രശ്നം തീർക്കാൻ പോവുകയാണെന്നും പെട്ടെന്ന് തിരിച്ചു വരാം, അതുവരെ ഈ കാറിന് കാവലായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാറിൽ അവർ രക്ഷപ്പെടുകയും ചെയ്തു. വീണ്ടും അവർ ഡ്രസ്സ് മേടിച്ച് ചേഞ്ച് ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ മാർട്ടിന് വീണ്ടും ബോധം പോകുന്നു. മരുന്നില്ല. പാവം മാർട്ടിൻ. അവനെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് റോഡി മരുന്ന് മേടിക്കാൻ പോയി. പക്ഷേ കടയിൽ ചെന്നപ്പോൾ അടുത്ത പ്രശ്നം, ഡോക്ടറെ കുറിപ്പടിയില്ലാതെ മരുന്ന് കിട്ടില്ല. അവസാനം തോക്കിന് വെടിവെക്കേണ്ടി വന്നു മരുന്ന് കിട്ടാൻ. മാർട്ടിനെ ഉണർത്തി കഴിഞ്ഞപ്പോൾ വേറെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. പോലീസ് അവിടെ വളഞ്ഞു. ഭാഗ്യം, പോലീസ് അവരെ ഉദ്ദേശിച്ചല്ല, അവർ ഉപയോഗിച്ച കാറാണ് പ്രശ്നം. പോലീസ് ആ പ്രദേശം സീൽ ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ ഈ രണ്ടുപേരും രക്ഷപ്പെടുകയും ചെയ്തു. അവർ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ഭക്ഷണം കഴിഞ്ഞ് പൈസ കൊടുക്കാൻ പെട്ടി തുറക്കാനായി മാർട്ടിൻ തോക്ക് ഓണറിൻ്റെ മേശപ്പുറത്ത് വെച്ചു. ഓക്കെ, നിങ്ങൾ പൈസ തരേണ്ടതില്ല എന്ന് ഓണർ. ഇത് കേൾക്കാത്ത ഭാഗത്തിൽ മാർട്ടിൻ പെട്ടി തുറന്ന് ഒരു ബണ്ടിൽ നോട്ട് എടുത്ത് അയാൾക്ക് നൽകുന്നു. എന്നിട്ട് തോക്കെടുത്ത് അതുമായിട്ട് പുറത്ത് ഒരു കാർ കണ്ട് തോക്ക് ചൂണ്ടി ഡ്രൈവറെ പുറത്തേക്ക് ഇറക്കുന്നു. എന്നിട്ട് അവർ ആ കാറിൽ യാത്രയാവുന്നു. പക്ഷേ ഇതെല്ലാം ഒരു TV ചാനൽ ഷൂട്ട് ചെയ്യുന്നുണ്ടിരുന്നു. അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുതലാളി പറയുന്നുണ്ട്, ഉദാ ഒരുത്തൻ്റെ കയ്യിൽ എൻ്റെ ബാഗുണ്ട്, പോയി പിടിക്കേ എന്ന് ഒച്ചയുണ്ടാക്കുന്നു. 2 ഗുണ്ടാ സംഘങ്ങൾ അവരവരുടെ കാറുകളിൽ റോഡിയെയും മാർട്ടിനെയും ഫോളോ ചെയ്യുന്നു. പോലീസ് ഓഫീസിൽ ഒരു ഇടിവെട്ട് വാർത്ത വരുന്നു. അവർ ഡച്ച് ഏരിയയിലേക്കാണ് പോകുന്നത് എന്നാണ് ആ വാർത്ത. ആരുമറിയാതെ ആ കാറിനെ ഫോളോ ചെയ്യാനാണ് ചീഫിൻ്റെ കൽപ്പന. 10-20 പോലീസ് കാറുകൾ അവരെ ഫോളോ ചെയ്യുന്നു. 2 കാറിൽ ഗുണ്ടാ സംഘങ്ങളും 20 കാറിൽ പോലീസും. അവസാനം ഒരു ട്രാഫിക് ലൈറ്റിൽ റെഡ് ലൈറ്റ് കണ്ട് പോലീസ് വണ്ടികൾ നിർത്തുന്നു. മാർട്ടിനും റൂഡിയും കടത്തു പോകുന്നു. പക്ഷേ സമീപ സ്ഥലത്ത് ഗുണ്ടകൾ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാത്തരം തോക്കുകളുമായിട്ട് ഇവരെ കൊല്ലാൻ ആണ് നിൽക്കുന്നത്. പിന്നാലെ പോലീസും എത്തുന്നു. പിന്നെ ഗുണ്ടകളും പോലീസും തമ്മിൽ വെടിവയ്പ്. ഈ സമയം മാർട്ടിനും റൂഡിയും സമീപത്തെ ചോളവയൽ വഴി രക്ഷപ്പെടുന്നു. പക്ഷേ അവരുടെ വണ്ടി നിയന്ത്രണം വിട്ട് ഒരു വലിയ ഇറക്കത്തിലേക്ക് മറിയുന്നു. 2 പേരും ഒരു യൂസ്ഡ് കാർ ഈ ഡീലറുടെ അടുത്ത് പോകുന്നു. ഒരു കാഡിലാക്ക് കാർ വാങ്ങുന്നു. അതുമായി നേരെ അമ്മയുടെ അടുത്തേക്ക്. പോലീസ് ഓഫീസർ ആയ കെല്ലർ ഇവരെ ഫോളോ ചെയ്യുന്നു. അമ്മയും മകനും തമ്മിൽ വികാരവായ്പോടെയുള്ള സ്നേഹപ്രകടനം. അവിടെ പോലീസ് ഇടപെടുന്നു. 2 കൂട്ടരും തോക്കുകൾ എടുക്കുന്നു. പക്ഷേ മാർട്ടിന് അസുഖത്തിൻ്റെ ഭാഗമായി ബോധം പോകുന്നു. അയാൾ വീഴുന്നു. ഒരു ആംബുലൻസ് വിളിച്ച് ആ മാർട്ടിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. റൂഡിയും ഒരു പോലീസുകാരനും ഒരു നേഴ്സും ആണ് പിറകിൽ. മുൻപിൽ ഡ്രൈവർ മാത്രം. ഇടയ്ക്ക് വെച്ച് ബോധം വന്ന മാർട്ടിനും റൂഡിയും പോലീസിനെയും നേഴ്സിനെയും ഡ്രൈവറെയും ഇടിച്ച് പഞ്ചറാക്കിയിട്ട് ഒരു വിളക്കുകാലിൽ കെട്ടിയിടുന്നു. എന്നിട്ട് 2 പേരും കൂടി ആംബുലൻസ് ഓടിച്ചു പോകുന്നു. വണ്ടി ഓടി അടുത്ത രാജ്യത്തിലേക്ക് എത്തി. അവിടെയാണ് കടലും കടൽ തീരവും ഒക്കെ ഉള്ളത്. അവിടെ എത്തി ഒരു ഷോപ്പിൽ നിന്നും വോഡ്ക മേടിച്ച് തിരിഞ്ഞപ്പോൾ ഒരു ബ്രോത്തൽ കണ്ടു. ബ്രോത്തൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വേശ്യാലയം തന്നെ. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ലേഡിയെ അവിടെ കിട്ടും. റോഡി ഒരു ലേഡിയുമായി റൂമിൽ കയറുന്നു. നമ്മുടെ കാർ മുതലാളിയാണ് ഇതിൻ്റെ ഓണർ. ആ 2 ഗുണ്ടകൾ അവിടെ കൂടി ജോലി ചെയ്യണം. അവർ റൂഡിയെ കണ്ടു. തോക്കിൻ കുഴലിൽ 2 പേരും നിർത്തി മുതലാളി ചോദ്യം ചെയ്തു. അവിടേക്ക് വന്ന കാർലോസ് മുതലാളി, അതായത് ഇയാളുടെ
വലിയ മുതലാളി. ഈ രണ്ട് പേരുടെയും കഥകൾ കേട്ട് മാപ്പ് കൊടുത്ത് പറഞ്ഞു കൊടുത്തു. മാർട്ടിനും റൂഡിയും കടൽക്കരയിൽ എത്തി. രണ്ടുപേരും വലിയ ഹാപ്പിയാണ്. റൂഡി കടൽക്കരയിലേക്ക് നടക്കുമ്പോൾ മാർട്ടിൻ വിളിക്കുന്നു, റൂഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. റൂഡി പറയുന്നത്, അത് എന്താണ് നീ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം, നീ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. രണ്ടുപേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് കടൽക്കരയിലേക്ക് നടക്കുന്നു. രണ്ടുപേരുടെയും മുഖത്ത് കടൽ ആദ്യമായി കാണുന്നതിൻ്റെ വിവിധ വികാരങ്ങൾ കാണുന്നുണ്ട്. രണ്ടുപേരും കടലിനോട് ചേർന്ന് നിൽക്കുന്നു. രണ്ടുപേരും കുപ്പിയിൽ നിന്നും വോഡ്ക തുടിക്കുന്നുണ്ട്. റൂഡിയോട് ചേർന്ന് മാർട്ടിൻ താഴെ ഇരിക്കുന്നു ഒരു നിമിഷം. എന്നിട്ട് മണ്ണിൽ തല ചേർത്ത് മരിച്ചു വീഴുന്നു. ഇത് കണ്ട റൂഡി താഴെ അവനോട് ചേർന്നിരിക്കുന്നു, സ്വന്തം മരണം പ്രതീക്ഷിച്ചുകൊണ്ട്. സിനിമ ഇവിടെ അവസാനിക്കുന്നു.